ഒരു പോപ്പിന് എത്രയാണ് പ്രതിഫലം കിട്ടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പോപ്പ് എന്ന പദവിക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ കാലയളവിൽ വരുമാനം ഒന്നും സ്വീകരിച്ചിരുന്നില്ല. ലളിതമായ ജീവിതശൈലി സ്വീകരിച്ചതിന് അദ്ദേഹം പ്രശസ്തനാണ്. ഫോർച്യൂണിന്റെ റിപ്പോർട്ട് പ്രകാരം ലിയോ 14 മാർപ്പാപ്പയ്ക്ക് പ്രതിമാസം $33,000, അതായത് 28 ലക്ഷത്തിലധികം രൂപ ശമ്പളം ലഭിക്കുമെന്ന് പറയുന്നു. ഇത് US പ്രസിഡന്റിന്റെയും ഉന്നത സർവകലാശാല മേധാവിമാരുടെയും വരുമാനത്തിന് തുല്യമാണ്. എന്നാൽ പോപ്പിന് മറ്റ് സവിശേഷ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. 24 മണിക്കൂറും സൗജന്യ ഭക്ഷണം, പൊതുപരിപാടികൾക്കായി മാർപ്പാപ്പയ്ക്കായി പോപ്പ് മൊബൈൽ എന്ന ഒരു സ്വകാര്യ വാഹനം, ഒരു സ്വകാര്യ ഫാർമസി തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങൾ. ലിയോ 14 മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസിന് സമാനമായ ഈ ശമ്പളം സ്വീകരിക്കുമോ എന്നറിയില്ല. അദ്ദേഹം ശമ്പളം സ്വീകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ ചില നേതാക്കളുടെ ശമ്പളത്തിന് തുല്യം അദ്ദേഹം സമ്പാദിക്കും. ചരിത്രപരമായി മാർപ്പാപ്പയാകുന്ന വ്യക്തികൾ ശമ്പളം സ്വീകരിക്കാറില്ല. അവരുടെ മിക്ക ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു ജീവിതമാണ് വത്തിക്കാൻ വാഗ്ദാനം ചെയ്യുന്നത്. തന്റെ സുരക്ഷയെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അദ്ദേഹത്തിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. വത്തിക്കാൻ സ്വന്തം ആരോഗ്യ സേവനങ്ങളിലൂടെയും സ്വകാര്യ ഫാർമസികളിലൂടെയും പോപ്പിന്റെ ഔദ്യോഗിക കാലയളവിലുടനീളം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിനായി വൈദ്യസഹായം നൽകുന്നു. ഒരു ദിവസം മാർപ്പാപ്പ സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രതിമാസം $3,300, അതായത് 2.8 ലക്ഷം രൂപ പെൻഷൻ ലഭിക്കുമെന്ന് ഫോർച്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 69 വയസ്സുകാരനായ പോപ്പ് 14 അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പാണ്. അതിനാൽ തന്നെ വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ US പൗരന്മാരും വാർഷിക നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട്. ലിയോ 14 മാർപ്പാപ്പ തന്റെ US പൗരത്വം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ US-ന് നികുതി നൽകണം. അതുകൊണ്ട് തന്നെ മുൻ പോപ്പുമാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സാഹചര്യം സവിശേഷമാണ്. കാരണം പല രാജ്യങ്ങളും വിദേശത്ത് താമസിക്കുന്ന പൗരന്മാർക്ക് നികുതി ചുമത്തുന്നില്ല.